എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാറ്റലൈറ്റ് വഴി സംപ്രേഷണം ചെയ്യുന്ന മലയാളം ചാനലുകൾ 50ൽ കൂടുതൽ മലയാളം ചാനലുകൾ കേരളത്തിൽ നിന്നും സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ആ 50 മലയാളം ചാനലുകളെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സി ബാൻഡിലും KU ബാൻഡിലുമായി 50ൽ കൂടുതൽ മലയാളം ചാനലുകളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഓൺലൈൻ ചാനലുകൾ, അതായത് യൂട്യൂബ് വഴിയുള്ള ചാനലുകളൊന്നും ഇതിൽ ഉൾപ്പെടുന്നില്ല. സാറ്റലൈറ്റ് വഴി മാത്രം സംപ്രേഷണം ചെയ്യുന്ന ചാനലുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് 50ൽ കൂടുതൽ മലയാളം ചാനലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. കൂട്ടുകാരെ, 1985 ദൂരദർശൻ ഭൂതല സംപ്രേഷണം ആരംഭിക്കുന്ന സമയത്ത് കേരളത്തിൽ ആ ഒരു മലയാളം ചാനൽ മാത്രമാണ് നമുക്ക് ലഭിച്ചിരുന്നത്. അതും ഭൂതല സംപ്രേഷണമാണ്, സാറ്റലൈറ്റ് ചാനലായിരുന്നില്ല. പിന്നീട് 1993 ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് ചാനൽ ആരംഭിക്കുന്നത്. അതിനുശേഷം 94 ദൂരദർശൻ മലയാളം സാറ്റലൈറ്റ് ചാനലും ആരംഭിച്ചു. അതിനുശേഷം ഇങ്ങോട്ട് സൂര്യ TV, മലയാളം കമ്മ്യൂണിക്കേഷൻ്റെ കൈരളി TV, അമൃത, ജീവൻ, ഇങ്ങനെ ഒരുപാട് ചാനലുകൾ കടന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യകാലങ്ങളിൽ ഈ ചാനലുകളെല്ലാം നമുക്ക് ഫ്രീ ടു എയർ, സൗജന്യമായാണ് ലഭിച്ചിരുന്നത്. എന്നാൽ 2000-ന് ശേഷം കുറച്ച് ചാനലുകൾ പേ ഫോർമാറ്റിലേക്ക് പോവുകയാണ് ഉണ്ടായത്. തിരിച്ച് ഫ്രീ ചാനലുകളായ ചാനലുകളുമുണ്ട്. അതുപോലെ വിദേശ മലയാളികൾക്ക് വേണ്ടി കേരളത്തിൽ നിന്നും അപ്ലിങ്ക് ചെയ്യുന്ന മലയാളം ചാനലുകളും ഉണ്ട് നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിൽ. ആ ചാനലുകളൊന്നും ഇന്ത്യൻ DTHകളിലോ കേബിൾ നെറ്റ്വർക്കുകളിലോ സംപ്രേഷണം ചെയ്യാൻ പാടില്ലാത്ത ചാനലുകളും ഉണ്ട്. ഇനി നമുക്ക് ലിസ്റ്റിലേക്ക് കടക്കാം. കേരളത്തിലെ നമ്പർ 1 സാറ്റലൈറ്റ് ചാനലായ സ്റ്റാർ നെറ്റ്വർക്കിൽ നിന്നും ഏഷ്യാനെറ്റ് നമ്പർ 1 ഏഷ്യാനെറ്റ് HD-യും നോർമലും സംപ്രേഷണം ചെയ്യുന്നു. ഏഷ്യാനെറ്റിൻ്റെ കീഴിലുള്ള മറ്റു ചാനലുകളും നോക്കാം. നമ്പർ 3 ഏഷ്യാനെറ്റ് മൂവീസ് HD. നമ്പർ 4 ഏഷ്യാനെറ്റ് മൂവീസ് SD സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ. നമ്പർ 5 ഏഷ്യാനെറ്റ് പ്ലസ്. ഇത്രയും ചാനലുകൾ പേ ചാനലുകളാണ്. ഇനി ഏഷ്യാനെറ്റിന് കീഴിൽ വരുന്ന 2 ഫ്രീ ചാനലുകൾ കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു. നമ്പർ 6 ഏഷ്യാനെറ്റ് ന്യൂസ്. നമ്പർ 7 ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റ്. ഈ ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയിൽ നിന്നും അപ്ലിങ്ക് ചെയ്യുന്ന ചാനൽ. ഈ ചാനലിന് ഇന്ത്യയിലെ കേബിൾ നെറ്റ്വർക്കുകളിലോ DTHകളിലോ സംപ്രേഷണം ചെയ്യാൻ ലൈസൻസ് ഇല്ലാത്ത ചാനലാണ്. നമുക്ക് സി ബാൻഡിൽ ഫ്രീ ആയി ലഭിക്കുന്ന ഒരു ചാനലാണിത്. ഹോം ഡിഷ് ഉപഭോക്താക്കൾ ഒരുപാട് ആളുകൾ കാണുന്ന ഒരു ചാനൽ കൂടിയാണിത്. ഇതിൻ്റെ ഫ്രീക്വൻസി കൂടി ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു. അടുത്തത് സൺ നെറ്റ്വർക്കിൽ നിന്നും മലയാളം ചാനൽ സൂര്യ TV HD ആൻഡ് SD. ഇതുപോലെ HD-യിലും SD-യിലും ഒരേ പ്രോഗ്രാമുകൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾ നമ്മൾ ഒറ്റ നമ്പറിലാണ് ഉൾപ്പെടുത്തുന്നത്. 2 നമ്പറായി കാണിക്കുന്നില്ല. നമ്പർ 8 സൂര്യ TV. നമ്പർ 9 സൂര്യ മൂവീസ്. നമ്പർ 10 സൂര്യ മ്യൂസിക്. 11ാമത്തെ ചാനൽ വരുന്നത് സൂര്യ കോമഡി. 12 കൊച്ചു TV. 13ാമത്തെ ചാനൽ വരുന്നത് മലയാളം സിനിമാ ക്ലബ്ബ്. ഈ ഒരു ചാനൽ സൺ ഡയറക്റ്റ് DTHൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സൺ നെറ്റ്വർക്കിൽ നിന്നുള്ള മുഴുവൻ മലയാളം ചാനലുകൾ പേ ചാനലുകളാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ചാനലിലേക്ക് പോവാം. നമ്പർ 14 കൈരളി TV. നമ്പർ 15 കൈരളി V. നമ്പർ 16 കൈരളി ന്യൂസ്. ഈ ചാനൽ തുടങ്ങിയ സമയത്ത് കൈരളി പീപ്പിൾ എന്നായിരുന്നു ഇതിൻ്റെ പേര്. പിന്നീട് കൈരളി ന്യൂസ് എന്നാക്കി മാറ്റിയതാണ്. നമ്പർ 17 കൈരളി അറേബ്യ എന്ന ചാനലും ഇന്ത്യൻ DTHലോ കേബിൾ നെറ്റ്വർക്കിലോ സംപ്രേഷണം ചെയ്യാൻ ലൈസൻസ് ഇല്ലാത്ത ചാനലാണ്. വിദേശ മലയാളികൾക്കുള്ള ഈ ചാനൽ കൈരളി TVയുടെ എല്ലാ ചാനലുകളും ഫ്രീ ചാനലുകളാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ചാനലിലേക്ക് പോവാം. നമ്പർ 18 മഴവിൽ മനോരമ HD ആൻഡ് SD. നമ്പർ 19 മനോരമ ന്യൂസ്. നമ്പർ 20 മഴവിൽ മനോരമ ഇൻ്റർനാഷണൽ. ഇതും നമുക്ക് സി ബാൻഡിൽ ഇൻ്റൽസാറ്റ് 66 ഡിഗ്രിയിൽ ഫ്രീ ആയി ലഭിക്കുന്ന ഒരു ചാനലാണ്. ഫ്രീക്വൻസി ഞാൻ കാണിക്കുന്നുണ്ട്. ചാനൽ നമ്പർ 21 ഫ്ലവേഴ്സ് TV നമുക്ക് ഫ്രീ ചാനലായി ലഭിക്കുന്നുണ്ട്. നമ്പർ 22 24 ന്യൂസ്. നമ്പർ 23 സി കേരളം. നമ്പർ 24 അമൃത TV. നമ്പർ 25 DD മലയാളം. 26 കേരള വിഷൻ. 27 ന്യൂസ് 18 കേരളം.
28 മാതൃഭൂമി ന്യൂസ്, 29 കപ്പ TV, 30 മീഡിയ 1, 31 റിപ്പോർട്ടർ TV, 32 ജനം TV, 33 ന്യൂസ് മലയാളം 24/7, 34 സഫാരി, 35 ഷാലോം TV, 36 ഗുഡ്നസ്, 37 പവർ വിഷൻ, 38 ഷേക്കിന TV, 39 ജീവൻ TV, 40 ജയ്ഹിന്ദ് TV, 41 കൗമുദി TV, 42 ദർശന TV, 43 രാജ് മ്യൂസിക് മലയാളം, 44 രാജ് ന്യൂസ് മലയാളം, 45 ഹാർവെസ്റ്റ് TV, 46 നാപ്റ്റോൾ മലയാളം. ഇനി DD ഫ്രീ ഡിഷിലെ PM ഈ വിദ്യാഭ്യാസ ചാനലുകൾ കൂടി ഉൾപ്പെടുത്തുന്നു. PM 46, 48 PM 103, 49 PM 104, 50 PM 105, 51 PM 106, 52ാമത്തെ ചാനൽ PM 107. ഇനി ടാറ്റ പ്ലേ DTHൽ ടാറ്റ പ്ലേ മലയാളം സിനിമ എന്നൊരു ചാനൽ കൂടിയുണ്ട്. പേ ചാനലാണ്, അതുകൂടി നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു. 53 ടാറ്റ പ്ലേ മലയാളം സിനിമ. ഇത്രയുമാണ് നമ്മൾ ലിസ്റ്റ് ചെയ്ത മലയാളം ചാനലുകൾ. ടോട്ടൽ 53 മലയാളം ചാനലുകളാണ് നിലവിൽ സാറ്റലൈറ്റ് വഴി സംപ്രേഷണം ചെയ്യുന്നത്. ഇനി സാറ്റലൈറ്റ് സംപ്രേഷണം നിർത്തിവെച്ച 6 മലയാളം ചാനൽ കൂടി ഉണ്ട്. ഏതെല്ലാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൽ കൂടുതൽ ഏതെങ്കിലും മലയാള ചാനലുകൾ സാറ്റലൈറ്റ് വഴി നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.